ഗുഡ് മോർണിംഗ്. ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വചനമായിരുന്നു. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനം, ദൈവം തൻ്റെ ഭവനത്തിന് ചുറ്റും, ഞാനും നിങ്ങളുമൊക്കെ ദൈവം വസിക്കുന്ന ആലയമാണ്. ആലയത്തിൻ്റെ ചുറ്റും, ആലയത്തിൻ്റെ കൂടെ ഇരുന്ന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അത് ദൈവം തരുന്ന ഒരു വലിയ സംരക്ഷണമാണ്, സംരക്ഷണ വലയമാണ്. നമുക്ക് ചുറ്റും തീർക്കുന്ന സംരക്ഷണ വലയാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വാസത്തോടെ ആ വചനം ഏറ്റെടുത്ത് ആ വചനം പറഞ്ഞ് കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം മറ്റൊരു പ്രത്യാശ തരുന്ന, ശക്തി തരുന്ന വചനമാണ്. അത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ. ആരാണ്? കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നാം വീണു എന്ന് തോന്നുമ്പോൾ ഒരിക്കലും വീഴുകയില്ല. കർത്താവിൻ്റെ കരം, ബലിഷ്ഠമായ ബലമുള്ള കരം നമ്മെ താങ്ങും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതാണ് വചനത്തിൻ്റെ ഒരു എത്ര സുന്ദരം അല്ലേ? ഓരോ വാക്കുകളും ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആരെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്? കഴുകന്മാരെ പോലെ ഉപമിച്ചിരിക്കുക. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. അതാണ് വചനം പറയുന്നത്. Those who wait for the Lord shall renew their strength. They shall mount up with wings like eagle. They shall mount up with wings like eagle. They shall run but not be weary. They shall walk but not faint. അപ്പോൾ എത്ര സുന്ദരമല്ലേ? അവർ ഒരിക്കലും തളരുകയില്ല, അവർ വീഴുകയില്ല. കാരണം കർത്താവിൻ്റെ കരമാണ് നമ്മെ താങ്ങുന്നത്. ഇപ്പോൾ കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി. നമ്മൾ വീണു എന്ന് തോന്നുമ്പോൾ, നമ്മൾ ഒത്തിരി തളർന്നു എന്ന് തോന്നുമ്പോൾ ഒരിക്കലും അത് വീണു പോകുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. കാരണം കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ശക്തി, നാം പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ശക്തി. ഒരിക്കലും എത്രയോ സുന്ദരമായ സമയമൊക്കെയാണെന്നറിയോ കർത്താവിനോട് ചേർന്ന്. നമ്മൾ തളർന്നു, അയ്യോ ഇനി എനിക്ക് രക്ഷയില്ല എന്ന് തോന്നുമ്പോൾ ഒരിക്കലും തളർന്നു പോകരുത്. കാരണം കർത്താവ് എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. എത്ര സുന്ദരമായിരിക്കും കർത്താവ് കൂടെയുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ. വേറൊന്നും മറ്റൊരു ശക്തിക്കും തരാൻ പറ്റാത്ത വലിയ ഒരു സംരക്ഷണം, വലിയൊരു ശക്തി കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകും. യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ. ഈ പ്രഭാതം അത്ര അനുഗ്രഹമായ ഒരു പ്രഭാതമാക്കി നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഈ ദിവസം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാക്കി എനിക്കും നിങ്ങൾക്കും മാറ്റുവാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. സോ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അത്ര സുന്ദരമാക്കി മാറ്റാം. ആമേൻ.